ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 865 ദിവസം. ഇന്നത്തെ പ്രഭാത ചിന്ത സദൃശ്യവാക്യങ്ങൾ 18 അധ്യായം 8 തിരുവചനമാണ്. ഏഷണിക്കാരന്റെ വാക്ക് സ്വാദ് ഭോജനം പോലെ ഇരിക്കുന്നു, അത് വയറ്റിന്റെ അറകളിലേക്ക് ചെല്ലുന്നു. നിങ്ങൾ ഏഷണി പറയുന്നവരാണോ? പലപ്പോഴും നമുക്ക് അല്പം പോലും അറിയില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടതിനേക്കാൾ മനോഹരമായി ഒടിപ്പും തൊങ്ങലും വെച്ച് പറയുവാൻ കഴിവുള്ളവരാണ് നമ്മൾ. ഏഷണി കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നവരൊക്കെയും അതിന്റെ ഭാഗമായി തീരുന്നു. 1920കളിൽ പെൻസിൽവാനിയയുടെ ഗവർണറായിരുന്ന ഗിഫോർഡ് പിഞ്ചോട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ലാബ്രഡോർ റിട്രീവർ എന്ന പെപ്പ് എന്നു പേരുള്ള നായയെ ഈസ്റ്റേൺ സ്റ്റേറ്റ് ദുർഗണ പരിഹാര ജയിലിലേക്ക് അയച്ചു. അവിടെ തടവുകാരന്റെ തിരിച്ചറിയൽ നമ്പർ ധരിച്ചു നിൽക്കുന്ന പെപ്പിന്റെ ഫോട്ടോ ലഭിച്ച ഒരു പത്രലേഖകൻ പൂച്ചയെ കൊന്ന കുറ്റത്തിന് ജയിലിലായ പെപ്പിനെ കുറിച്ച് ഒരു ലേഖനം എഴുതി. വാസ്തവത്തിൽ പൂച്ചയെ കൊന്ന കുറ്റത്തിനായിരുന്നില്ല പെപ്പ് ജയിലിലെത്തിയത്. ആ ജയിലിലെ തടവുകാരായ അന്തേവാസികൾക്ക് ഒരു സുഹൃത്തായിട്ട് ഇരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഗവർണർ പെപ്പിനെ അവിടേക്ക് അയച്ചത്. പ്രിയമുള്ളവരെ, ശലോമോൻ രാജാവിന് തെറ്റായ വിവരങ്ങളുടെ ശക്തി നല്ലവണ്ണം അറിയാമായിരുന്നതുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ എഴുതി: ഏഷണിക്കാരന്റെ വാക്ക് സ്വാദ് ഭോജനം പോലെ ഇരിക്കുന്നു. ശരിയല്ലേ? കേൾക്കുന്നവൻ അത് നന്നായിട്ട് ആസ്വദിക്കുന്നുണ്ട്, പറഞ്ഞു പരത്തുന്നവനും നന്നായി ആസ്വദിക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കണം, നമ്മുടെ വിളി എന്താണ് എന്ന്. പ്രിയമുള്ളവരെ, മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തു പറയുന്നു എന്നുള്ളതിനേക്കാളും ഉപരിയായിട്ട് ദൈവം നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളതിന് വലിയ പ്രാധാന്യം കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവത്തിന്റെ വിളിയെ തിരിച്ചറിഞ്ഞ് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ.